കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ന് കോളേജിൽ വന്നേക്കാം. ഇതാണ് എൻ്റെ കോളേജ്. വലിയ കോളേജാണ്. കോളേജിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ കോളേജിൽ വന്ന് ക്ലാസ്സിൽ കയറാനൊന്നുമല്ല, ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസിന് വന്നേക്കും. ഇവിടെ ആണെങ്കിൽ എല്ലാവരും തകർത്ത് പ്രാക്ടീസ് ചെയ്യുമോ? എത്ര ദിവസം ഉണ്ട് ചോദിക്ക്? 2 ദിവസം. ഇനി ആകെ 2 ദിവസമേ ഉള്ളൂ ചോദിക്കും. ഞങ്ങളാണെങ്കിൽ ഇവിടെ വെയിലത്തും മഴയത്തും ഇരുട്ടത്തും ഒക്കെ പ്രാക്ടീസാണ്. എന്താ കാരണം? ഡെഡിക്കേഷൻ ഗൈസ്, ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. ഇവിടെ ആണെങ്കിൽ ഒരു മനുഷ്യരില്ലേ വെയിലത്ത്, വരുന്നില്ല. അതാണ് ഞങ്ങളുടെ ഡിസൈനർ. ഞങ്ങളാണെങ്കിൽ ഇതാ ഇവിടെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? അതെ, ഫൈനൽ റിഹേഴ്സലാണ്. ഇത് കേട്ടപ്പോൾ അക്സിച്ചാണെങ്കിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെ ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോളേജിൽ പോയി ഒരുങ്ങാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് എല്ലാം ഭയങ്കര കുക്കായിരുന്നു. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ആൻഡ് ദെൻ കെയിം ദ മൊമെന്റ്. ഷോ ഞങ്ങൾ തകർത്തു. ആൻഡ് എ ഹ്യൂജ് ഷൗട്ട് ഔട്ട് അവർ ഡിസൈനർ, സച്ച് കൈൻഡ് ആൻഡ് ലവ്ലി ഹ്യൂമൻ ബീങ്. എന്നെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നതെന്നറിയോ? ഈ പണ്ടത്തെ സിനിമയിൽ ഡിസ്കോ ഡാൻസ് കളിക്കാൻ വരുന്ന ആൾക്കാരില്ലേ, അവരെ പോലെ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. അവൾക്ക് എന്താ ഹാർഷ് റിയാലിറ്റി ആയിരുന്നു വേണ്ടി. അതെ.